السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وقال الله تعالى في القرآن الكريم: بسم الله الرحمن الرحيم: ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. وقال النبي صلى الله عليه وسلم: إن الله لا ينزل الرحمة في قوم وفيهم عاق. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ്, ആദരവായ റസൂലുള്ളാഹ് അവരെ മനാമിലെ കാട്ടല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ഇന്ന് ഈ ജീവിതകാലത്ത് നമ്മൾ ഏറെക്കുറെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തകർന്നു പോകുന്ന കുടുംബജീവിതം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും അധികം സന്തോഷവാനാകേണ്ടത് ഏതവസരത്തിലാണ്? അവന്റെ കുടുംബത്തോടു കൂടിയിട്ട് അവൻ ഒത്തൊരുമിച്ച് കഴിയുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ അവൻ ആഘോഷിക്കാൻ വരുന്നത്. കാരണം എന്താ? ഈ ലോകത്ത് ഏറ്റവും നല്ല കുടുംബജീവിതം കാഴ്ചവെച്ചത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ കുടുംബത്തെ കുറിച്ച് നമ്മളങ്ങ് പഠിക്കുമ്പോ ഹബീബായ തങ്ങളെ ജീവിതം എങ്ങനെയാണ്, ആ കുടുംബത്തിലേക്ക് അങ്ങ് കണ്ണോടിക്കുമ്പോ അതേ റസൂലുള്ള കുടുംബ ജീവിതം കാണിച്ചു തന്നത് ഈ ജീവിതത്തിൽ നമുക്ക് പകർത്താനുള്ളതാണ്. അവിടുത്തെ ജീവിതത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അതേ സ്വഹാബാക്കൾ ചോദിച്ചപ്പോ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. വീട്ടിൽ വല്ല അടുക്കള ജോലിയുമുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾ വരികയാണ്, എന്നെ സഹായിക്കുന്നു. അതാണ് കുടുംബജീവിതം. മാത്രമല്ല, ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കൊടുക്കുന്ന കാര്യം എന്താണ്? വഖതിഅത്തുർ റഹീം, കുടുംബ ബന്ധം മുറിക്കലാണ്. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ പറയുകയാണ്, അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും വേഗത്തിൽ അതേ നിനക്ക് സവാബ് ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന നിമിഷം ഏതാണ്? അതദാ സിലത്തുർ റഹ്മ, കുടുംബബന്ധം ചേർക്കലാണ്. ഈ കുടുംബബന്ധം നമ്മൾ പഠിക്കേണ്ടത് ഹബീബായ തങ്ങളിൽ നിന്ന്. ആ തങ്ങളാ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുൻസിലുർ റഹ്മ, അതേ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങൂല. ആരുടെ വിഷയത്തിലാ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങാത്തത്? വഫീഹിം അവരെ കൂട്ടത്തിലതാ കുടുംബബന്ധം മുറിച്ച ഒരാളുണ്ട്, എന്നാൽ അവരുടെ ആ കൂട്ടത്തിൽ അല്ലാഹു റഹ്മത്തിന് ഇറക്കൂല. പറയട്ടെ മുഅ്മിനീങ്ങളെ, നമ്മളോട് ഇതൊക്കെ കൽപ്പിക്കുമ്പോ മഹാനായ അതേ ഇമാം ഷഅറാനി റളിയല്ലാഹു തആല അൻഹു വലിയ സൂഫി വര്യനാണ്. അവിടുത്തെ ജീവിതം വലിയ സംശുദ്ധമുള്ളതാണ്. ആ ജീവിതത്തിൽ അതാ മഹാനവറുകൾ പറയുകയാണ്, എന്റെ പ്രിയ പത്നിക്കതാ രോഗം വന്നപ്പോ, വല്ലാതെ രോഗത്തിലായപ്പോ അവൾക്ക് വേണ്ട ഖിദ്മകൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം എന്തേ ഞാൻ ചെയ്തു കൊടുക്കാൻ കാരണം? എൻ്റെ ജീവിതത്തിൽ രോഗം വന്നപ്പോ, എൻ്റെ ശരീരത്തിൽ വല്ലാതെ രോഗം വന്നപ്പോ എന്നെ അവൾ വേണ്ടുന്ന രീതിയിൽ പരിചരിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ അവളെ ഞാൻ സംരക്ഷിച്ചത്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അങ്ങനെ രോഗശൈലിയിൽ കിടക്കുമ്പോ കാഷ്ടിക്കാറുണ്ട്, മൂത്രിക്കാറുണ്ട്. ഖലായിലേക്കൊക്കെ പോകാൻ വലിയ പ്രയാസം വന്നപ്പോ ഞാൻ അവളെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി. കണ്ടോ മുഅ്മിനേ, ഒരു കുടുംബം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കി എടുക്കേണ്ടത് എങ്ങനെയാണ് മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു കാണിച്ചു തരുന്നു. അത്തരത്തിലതാ ബഹുമാനപ്പെട്ടവർ എന്നിട്ട് ഇങ്ങനെ വിശകലനം ചെയ്തിട്ട് പറയുകയാണ്, രോഗമങ്ങ് കൂടിയപ്പോ അതേ കിടക്കുന്ന കിടപ്പറയിൽ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തു. ഞാനതങ്ങ് വൃത്തിയാക്കി കൊടുക്കുന്നു. ചെറിയ കുട്ടിയങ്ങ് കരയുമ്പോ ഞാൻ ഉറക്കത്തിലാണെങ്കിലും എനിക്ക് രോഗമുണ്ടെങ്കിലും അവളുടെ അരികിൽ നിന്ന് ആ കുട്ടിയെ മാറ്റി നിർത്തുകയാണ്. ആ കുട്ടിയെയും എടുത്തിട്ട് അതേ ആ കരച്ചിൽ അവൾക്ക് കേൾക്കാതെ, അവള് രോഗത്തിലാണല്ലോ, അവളെ രോഗത്തിന് ഈ കുട്ടിയുടെ കരച്ചിലൊരു പ്രയാസമാകാൻ പാടില്ല എന്നും കരുതിക്കൊണ്ട് കുട്ടിയെ മാറ്റി നിർത്താറുണ്ട്, കുട്ടികളെ ലാളിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികളെ നമുക്കൊന്ന് കാണാൻ, അവരോട് സന്തോഷം പങ്കിടാൻ, നമ്മുടെ ജോലി തിരക്ക് കാരണം, നമ്മുടെ മറ്റു ചുറ്റുപാടുകൾ കാരണം സമയം കാണുന്നില്ല. അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അതേ ഗൾഫിലേക്ക് പോയ വാപ്പ തിരിച്ചു വരുമ്പോ കുട്ടിയോട് ഓൺലൈനിലായിട്ടോ മറ്റോ സംവിധാനങ്ങൾ മുഖാന്തരം വാപ്പാക്ക് കുട്ടിയോട് അതേ വിശകലനം ചെയ്യാൻ, കുട്ടിയോട് സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വാപ്പയോട് മകനിക്ക് സ്നേഹം നഷ്ടപ്പെടുന്നു, കുടുംബത്തിൽ കോറൽ സംഭവിക്കുകയാണ്. അങ്ങനെ മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാതങ്ങ് രോഗം കഠിനമായപ്പോ ഞാനങ്ങ് ചിന്തിച്ചു പോയി, രണ്ടാമതൊരു വിവാഹം കഴിച്ചാലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. എൻ്റെ ഭാര്യ എന്നെ വല്ലാതെ നോക്കുന്നില്ല, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടുന്ന പരിചരണം തരുന്നില്ല, എന്നാ രണ്ടാമതൊരു കല്യാണം കഴിക്കാം. അങ്ങനെ അങ്ങ് മഹാനവറുകൾ അങ്ങനെ ചിന്തിച്ചപ്പോ മഹാനവറുകൾ അങ്ങ് ചിന്തയിൽ നിന്ന് വല്ലാതെ ഇതങ്ങ് ചിന്തിച്ച സമയത്ത് മഹാന് തന്നെ പറയുകയാണ്, ഞാനത് വേണ്ട എന്ന് വെക്കുകയാണ്. രണ്ടാമതൊരു വിവാഹത്തിന് ഞാൻ പിന്നെ നിന്നിട്ടില്ല. കാരണം എന്താ, എൻ്റെ ഭാര്യക്ക് റബ്ബ് കൊടുത്തൊരു രോഗം അവളെ ശരീരത്തിലുണ്ട്. എന്നാൽ ഇനി ഞാനങ്ങ് രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോ ആ പെണ്ണിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അവളെ എൻ്റെ പത്നിയായി കൊണ്ട് നടക്കുമ്പോ അതവൾക്ക് എൻ്റെ ഒന്നാമത്തെ ഭാര്യയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു രോഗമായി മാറുകയാണ്. രണ്ടാമതും ഒരു രോഗത്തിന് ഉത്ഭവമാവുകയാണ്. ഇത് എന്നെ കൊണ്ടവൾക്ക് വരാൻ പാടില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഈ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറവാണ്, നമ്മുടെ സമൂഹത്തിൽ കുറവാണ്. അതുകൊണ്ടാ നമ്മളോട് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളെ റബ്ബില്ലേ, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇണയെ സൃഷ്ടിക്കുകയാണ്. വമിന്നായാതിഹി, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ എണ്ണിയ വിഷയത്തിലായി കാര്യം പറയുന്നത്, അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്കുള്ള ഇണകളെ അല്ലാഹ് സൃഷ്ടിച്ചത് നിങ്ങളിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാ സൃഷ്ടിച്ചു തന്നത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് അങ്ങ് അടങ്ങിയിട്ട് അവളിൽ സന്തോഷം കണ്ടെത്തണം, കുടുംബ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണം. മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏറ്റവും നല്ല പുരുഷൻ ഏതാണ്? ആ പുരുഷനെ കുറിച്ച് പറഞ്ഞപ്പോ മഹാൻ പറയുകയാണ്, നീ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യ എന്തെങ്കിലും ചെയ്തു തരാൻ മറന്നുപോയാൽ അവളെ നീ വല്ലാതെ ശകാരിക്കരുത്, അവളോട് ചീത്ത പറയാൻ നിൽക്കരുത്, നല്ല മയത്തോടുകൂടി നിൽക്കണം. ഇനിയോ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകളിൽ വല്ല വിട്ടുവീഴ്ചയും വന്നാൽ നീ അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ നിന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുകയാണ്, കുടുംബ ജീവിതം സന്തുഷ്ടമാക്കാൻ നിനക്ക് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ വാക്കുകളൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം. യജമാനനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബം അല്ലാഹ് സ്വാലിഹീങ്ങളായ സന്താനങ്ങളുള്ള നല്ല ഇൽഫത്തുള്ള കുടുംബമാക്കി തരട്ടെ.
وآخر دعوانا الحمد لله رب العالمين. أوصيكم بالدعاء. السلام عليكم ورحمة الله تعالى وبركاته.